പോയിട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഗ്യാനിലേക്ക് സീലി ഹോളോ മൂടി ഇട്ടിട്ട് റോബോട്ട് എസ്കേപ്പ് ചെയ്യാൻ പോയി. റോബോട്ട് എസ്കേപ്പ് ഹോളോ മൂടിയിൽ ചെയ്യാൻ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. കാരണം നമ്മുടെ വീട്ടിൽ ഫുള്ള് ക്രിക്കറ്റ് ഫ്ലോർ ആണ് ഗൈസ്. സോ അതായത് എവിടെ തിരിഞ്ഞാലും ക്രിക്കറ്റ് ഫ്ലോർ ആണ്. സോ അത് നമ്മളിത് ചെയ്യാൻ പോണേ. സോ വീഡിയോ എടുക്കുമ്പോൾ നമ്മുടെ ചാനലുകളൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തുണ്ട് ലൈക്ക് ചെയ്യാം. സോ നേരെ കിട്ടും, ലെറ്റ്സ് ഗോ. ഓക്കെ, നമ്മൾ നേരെ എണ്ണിച്ചിട്ടുണ്ട്. നമ്മുടെ ഇലക്ട്രിക് പാറ്റിനെ എടുത്ത് നമ്മുടെ കൗക്കോൽ എടുത്ത് അങ്ങോട്ട് എറിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കൗക്കോൽ എന്ത് ഇഞ്ചിരിക്കുന്ന തരത്തിലേ നമ്മുടെ കിളവിടെ തല അടിച്ച് പൊട്ടിക്കാണ്ടിരിക്കും കൗക്കോലിൻ്റെ ഷേപ്പിലൊക്കെ വെച്ചേക്കുന്നത്. നമ്മുടെ റോബോട്ടിൻ്റെ കണ്ടെയ്നർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇതിൽ കൗക്കോൽ എടുക്കാം. എന്നിട്ട് കൗക്കോൽ എടുത്ത് ഈ വാലടയ്ക്കാൻ കഴിച്ചാൽ അതിൽ നമ്മൾ മമിച്ച് നമ്മുടെ പനിക്കണമെന്നുള്ള ഉറപ്പാണ്. നമുക്കതിൽ കാര്യം ചെയ്ത് കട്ടിലോട്ട് ഇടാൻ കഴിച്ചു. അന്നേരം ശബ്ദം കേൾക്കത്തില്ല. സോ അമ്മച്ചി ഇപ്പം നമ്മുടെ മറ്റേ റൂമിലാണ് ഇപ്പോൾ ഉണ്ട് ക്രിക്കറ്റ് ഫ്ലോർ ആയിട്ട്. സോ കാര്യം ഇതിങ്ങോട്ട് ഇടാം. അപ്പം അമ്മച്ചി അങ്ങോട്ട് പോകും കഴിച്ചു. ഇനി അമ്മച്ചി അങ്ങോട്ട് പോട്ടെ ഗൈസ്. ഈ വാലടയ്ക്കാൻ മറന്നുപോയി. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഈ കസാരയും തട്ടിയിടാം. ഇപ്പം അമ്മച്ചി അങ്ങോട്ട് പോകും. ഓക്കെ, അമ്മച്ചി അതാ പോയിട്ടുണ്ട്. ഇനി നമുക്കൊരു കാര്യം ചെയ്യും. ഇനി നമ്മുടെ ഇതെടുക്കാം, റോബോട്ടിൻ്റെ കണ്ടെയ്നർ. ഇതെടുത്ത് അങ്ങോട്ട് എറിയുക. എന്ത് ഇതിൻ്റെ പേരെന്ന് പറയുന്നത്? ഇത് പെൺഡ്രൈവ് എടുത്ത സാധനമാണ്. സോ കിളവി ഇപ്പം അങ്ങോട്ട് പോകും. നമുക്ക് തന്നെ നമ്മുടെ ഈ ക്യാബിനറ്റിക്ക് എടുക്കാം ഗൈസ്. സോ നമ്മൾ നൈസായിട്ട് നമ്മുടെ ക്യാബിനറ്റിക്ക് എടുത്ത് തുറന്നിട്ടുണ്ട് ഗൈസ്. കിളവിനെ കാണാനില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ ഹാമർ എടുക്കാം. ഓക്കെ, നമ്മുടെ ഹാമർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ശബ്ദം ഉണ്ടാക്കാം ഗൈസ്. അപ്പോൾ അമ്മച്ചും നേരെ മണ്ടക്കോട്ട് പോകും. സോ അന്നേരം നമുക്ക് ചെറിയ സാധനങ്ങളൊക്കെ സെറ്റാക്കാനുണ്ട്. ഓക്കെ, അമ്മച്ചി പോയിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ കൗക്കോൽ എടുത്തിട്ട് ചാർജ് ചെയ്യാം ഗൈസ്. സോ ഈ കൗക്കോൽ എടുത്തിട്ട് നമുക്ക് ചാർജ് ചെയ്തിട്ട് ഇനി നമുക്ക് നമ്മുടെ ഹാമർ എടുക്കാം. സോ ഞാനിത് നേരത്തെ ചാർജ് ചെയ്ത് വെക്കുന്നതെന്ന് വെച്ചാൽ കാരണം നമുക്ക് പിന്നെ ആവശ്യം വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ടാണ്. സോ നമുക്കിതൊരു കാര്യം ചെയ്യാം ഗൈസ്. നമുക്ക് നേരെ പോയി നമ്മുടെ വെപ്പൺക്ക് എടുക്കാം. സോ നമ്മുടെ വെപ്പൺക്ക് എടുത്തിട്ട് വേണം നമുക്ക് അമ്മച്ചേനെ ഒന്ന് പൂശാൻ. സോ ഗൈസ് നമുക്ക് ഇതൊക്കെ കഴിക്കാം. അയ്യോ കഴിക്കണം. നമുക്ക് എന്നിട്ട് നമ്മുടെ ഇതൊരു ഗൈസ് നമ്മുടെ വെപ്പൺക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ശബ്ദം ഉണ്ടാക്കണം. ഇത് അമ്മച്ചീനെ കാണില്ല. എന്താ അമ്മച്ചി വരാത്ത? അമ്മച്ചി പോകേണ്ട സമയമായി ഗൈസ്. ഗൈസ് നമുക്ക് ഒന്നുകൂടെ ശബ്ദം ഉണ്ടാക്കാം. അതാ ഗൈസ് അമ്മച്ചി ഇവിടെ നിപ്പുണ്ടെടുത്ത് പോകേണ്ട കാര്യത്തി. ഓ, നമ്മൾ ഇറങ്ങുമ്പോൾ പിടിക്കാൻ വേണ്ടി ഇരിക്കായിരുന്നു. നടക്കൂല അപ്പം അമ്മച്ചി. നമുക്കൊരു കാര്യം ചെയ്യാം, പെട്ടെന്ന് വെപ്പൺക്ക് എടുക്കാം. എടുക്കണം സമയം പിന്നെ സീനില്ല. നമ്മൾ അവിടെ എല്ലാം ഡോർ അടച്ച് വന്നോണ്ട് നമുക്ക് നേരെ പോവാം ഗൈസ്. ഇനി നമുക്ക് നേരെ പോയി മണ്ടയ്ക്ക് പോകണം. മണ്ടയ്ക്ക് പോകുന്നത് എന്താ വെച്ചാൽ നമുക്ക് ഓരോ സാധനങ്ങളായിട്ട് മണ്ടയ്ക്ക് കൊണ്ട് വെക്കണം. അന്നേരം ഇവിടെ എല്ലാം ക്രിക്കറ്റ് ഫ്ലോർ ഉണ്ട് ഗൈസ്. അന്നേരം പണി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ കൊന്നു പോകുന്നതാണ് നല്ലത്. സോ അല്ലാതെ പറ്റും, പക്ഷേ എന്നാലും കുറച്ച് സീനാണ് ഗൈസ്. 2 ക്രിക്കറ്റ് ഫ്ലോർ ഉണ്ട് മണ്ടയ്ക്ക്. സോ പിന്നെ റോബോട്ടിൻ്റെ ഇവിടെ ഒരു ക്രിക്കറ്റ് ഫ്ലോർ ഉണ്ട്. സോ അത് സീനായിരിക്കും. സോ നമുക്ക് അതിന് നേരെ പോവാം. സോ നമുക്ക് ഇതെവിടെ ഇട്ടുണ്ട്. ഇവിടുത്തെ ക്രിക്കറ്റ് ഫ്ലോർ കിട്ടി ഇപ്പോൾ അമ്മച്ചി വരും ഗൈസ്. നമ്മളിപ്പോൾ നേരെ പോയി കഴിഞ്ഞാൽ അമ്മച്ചി നമ്മളെ പഞ്ഞിക്കുള്ളൂ എന്നുള്ള ഉറപ്പാണ്. ഓക്കെ ഗൈസ്, അമ്മച്ചി വന്നിട്ടുണ്ട്. നമുക്ക് അമ്മച്ചിനെ തട്ടാം. ഓക്കെ, അമ്മച്ചിനെ തട്ടിട്ടുണ്ട്. നമുക്ക് നമ്മുടെ റോബോട്ടിൻ്റെ കണ്ടെയ്നർ എന്ന് എടുക്കുക. സോ ഇതിൻ്റെ പേരെന്താണ് ഗൈസ്? റോബോട്ടിൻ്റെ കണ്ടെയ്നർ എന്തോ ഒരു പേരാണ്. സോ നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസിനെ. അമ്മച്ചി വരട്ടെ. അമ്മച്ചി കമോൺ. അമ്മച്ചിക്ക് ഒരു പരിപാടി ചെയ്ത് തരാം. ബൈ. ഓക്കെ, അമ്മച്ചി പോയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്പെഷ്യൽക്ക് എടുക്കാം. ഇനി നമ്മുടെ റോബോട്ടിൻ്റെ കണ്ടെയ്നർ എടുക്കാം. ഇനി ഇതെടുത്തിട്ട് നമ്മൾക്ക് ഇവിടെ ക്രിക്കറ്റ് ഫ്ലോർ ഉണ്ട് ഗൈസ്. നമ്മൾ ഈ നടുക്കോട്ട് പോയി കഴിഞ്ഞാൽ ക്രിക്കറ്റ് ഫ്ലോർ വെക്കും. ഓളം കൂടെ ആയതുകൊണ്ട് തന്നെ. ഓക്കെ, സോ ഇതിൻ്റെ സ്പീഡ് റണ്ണ് വേണ്ടവർ കമൻറ്റ് ചെയ്താൽ മതി. നമ്മൾ ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇലക്ട്രിക് പാറ്റേൺ എടുത്ത് ചാർജ് ചെയ്യണം ഗൈസ്. ഓക്കെ, കിളവി ഇവിടെ നിൽപ്പുണ്ടോ? ഇല്ല ഗൈസ്. ഓക്കെ, നമുക്ക് ജയിച്ചിട്ട് കയറാം. ഓക്കെ, ഇനി കിളവ് വരട്ടെ. കിളവിനെ പഞ്ഞിക്കിടാം. കിളവിനെ കാണാനില്ല ഗൈസ്. കിളവി കമോൺ. കിളവിക്ക് പരിപാടി ചെയ്ത് തരാം. ആ കിളവി വന്നിട്ടുണ്ട്. എന്നാ പോയി. ഓക്കെ, കിളവി പോയി. ഇനി നമുക്ക് നേരെ പോയി നമ്മുടെ ഇലക്ട്രിക് പാറ്റേൺ എടുക്കാം. നമ്മൾ നേരത്തെ ചാർജ് ചെയ്ത് വെച്ചോണ്ട് തന്നെ നമുക്ക് ഇനിയും ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി പക്ഷേ നമുക്ക് ഒന്നുകൂടെ ചാർജ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ ഗൈസ് കിളവി കാണാനില്ല. ഓക്കെ, ഇനി പോയി ഒരു കാര്യം ചെയ്യാം, ഇവിടെ വിളിച്ചിരിക്കാം. ഓക്കെ, ഇനി നമ്മുടെ ഉണ്ടെടുക്കാം. ഇനി ഒന്നുകൂടെ കിളവിനെ തട്ടണം. ഓക്കെ, കിളവി വരട്ടെ. കിളവി കമോൺ. അയ്യോ. ഓക്കെ, കിളവിനെ തട്ടി നമുക്ക് ഇവിടെ ഇടാം. എന്നിട്ട് നമ്മുടെ ഇലക്ട്രിക് പാറ്റേൺ എടുക്കാം, ചാർജ് ചെയ്യാം. ഓക്കെ ഗൈസ്, നമ്മളെന്തായാലും ഇലക്ട്രിക് പാറ്റേൺ എടുത്ത് ചാർജ് ചെയ്യുമ്പോൾ ഇവിടെ എന്താ ഒരു ക്രിക്കറ്റ് ഫ്ലോർ കേട്ട് കഴിഞ്ഞാൽ അമ്മച്ചി അവിടെ പഞ്ചിക്കും. കാരണം 3 സെക്കൻഡേ ഉള്ളൂ ഗൈസ് അമ്മച്ചി മയങ്ങുന്നേ. എടാ ഇതിൽ വിത്തൗട്ട് കില്ലിങ് ചെയ്യണമെന്നുള്ളൊരു കമൻറ്റ് ചെയ്താൽ മതി. നമ്മൾ എന്തായാലും ചെയ്യുന്നതായിരിക്കും ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മളെന്തായാലും 2 ചാർജ് ചെയ്തിട്ടുണ്ട്. പുറകിലത്തെ 2 സിനിമയുടെ ക്രിക്കറ്റ് ഫ്ലോർ ആവാതെ പതുക്കെ എഴഞ്ഞെഴിഞ്ഞ് പോവാം. ഓക്കെ ഗൈസ്, ആണെങ്കിൽ കിളവി വരുന്നതിന് മുമ്പ് നമുക്ക് പെട്ടെന്ന് വെപ്പൺ എടുക്കണം ഗൈസ്. കിളവിനെ കാണാനില്ല. കിളവി ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടെ ശബ്ദം ഉണ്ടാക്കാം ഗൈസ്. കിളവിക്ക് ഹോളം കൂടെ ആയാലും നമ്മളെയൊന്നും പിടിക്കാൻ പറ്റുന്നില്ല ഗൈസ്. എന്ത് ചെയ്യാൻ? നമുക്ക് കിളവിനെ തട്ടാം. ഓക്കെ, നമുക്ക് ഇവിടെ ഇടാം. എന്നിട്ട് നമ്മുടെ ഇലക്ട്രിക് പാറ്റും പോയി ഒന്ന് ചാർജ് ചെയ്യാം ഗൈസ്.
സോ ഇവിടെയും ക്രിക്കി ഫ്ലോർ ഉണ്ട് ഗൈസ്. പിന്നെ ഇവിടെ ഒന്നും ക്രിക്കി ഫ്ലോർ ഇല്ല, നമുക്ക് സീനില്ല. സോ നമുക്ക് ചാർജ് ചെയ്യാം. ഓക്കെ ഗൈസ്, ക്രിക്കി ഫ്ലോർ വല്ലാത്ത പണിയാട്ടാ, എന്നാലും സീനില്ല. നമുക്ക് ഇതിൽ ഇവിടെ ഇതാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് പിന്നെയും കുനിഞ്ഞ് വന്നിട്ട് കളവിനെ തട്ടണം ഗൈസ്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഇനി നമുക്ക് കിളവി എന്ന പോട്ടെ, അതായത് നമ്മളിനി കിളവിനെ കൊല്ലാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പണി പാടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. ഇനി കിളവി പോകുന്നവരെ കാത്തിരിക്കാം. ഓക്കെ ഗൈസ്, ഞാൻ നോക്കിയപ്പോൾ കിളവി നേരെ ബാക്ക് സൈഡിൽ പോയി ഗൈസ്. ഞാൻ നൈസായിട്ട് ഇലക്ട്രിക് പാറ്റേൺ എടുത്ത് വന്ന് കിളവി താഴെ നിൽപ്പുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് നമ്മുടെ കുഴപ്പമില്ല, കിളവി പൊയ്ക്കോളും, സീനില്ല. വേണമെങ്കിൽ ഇവിടെ ക്രിക്കി ഫ്ലോർ ആയിട്ട് അമ്മച്ചി ഇവിടെ നിന്നോളും, നമ്മൾ കൊല്ലത്തില്ല നമ്മളിവിടെ മൂലയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ. പക്ഷെ വേണ്ട ഗൈസ്, വെറുതെ നമ്മൾ പണി വാങ്ങണ്ട ഗൈസ്. കളവി പോയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നൈസായിട്ട് കയറാം. ഓക്കെ, ഇപ്പോൾ കളവി ഇങ്ങോട്ട് വരും കേട്ടോ, ക്രിക്കി ഫ്ലോറിൻ്റെ ശബ്ദം കേട്ട്. ഓക്കെ, കളവിയുടെ വാ വാ വാ. ഓക്കെ കളവി ബൈ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഉണ്ടെടുക്കാം. നമ്മുടെ ഇലക്ട്രിക് പാറ്റുകൊണ്ട് പിന്നെ റോബോട്ട് കണ്ടതിൻ്റെ എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് താഴെ പോയി ഇവിടെ വെടി വെക്കണം ഗൈസ്. നിങ്ങൾക്ക് അറിയായിരിക്കും റോബോട്ടിൻ്റെ ഒരു ബട്ടൺ വെക്കാനുണ്ട്, അവിടെ വെടി വെക്കണം ഗൈസ്. ചെറിയൊരു പണി പറ്റിയതാണ് ഗൈസ്. കാരണം എന്താ വെച്ചാൽ കിളവി മുന്നിൽ കൂടെ വന്നു ഗൈസ്. ഇനി നമ്മൾ അതിൽ കൂടെ പോയി കഴിഞ്ഞാൽ കിളവി നമ്മളെ കൊല്ലുന്നുള്ള ഉറപ്പാണ്. നമ്മളൊരു കാര്യം ചെയ്യും, ഇവിടെ ശബ്ദം ഉണ്ടാക്കാം ഗൈസ്. അതായത് നമ്മൾ ഇപ്പം വാല് തുറന്ന് പോയി കഴിഞ്ഞാൽ ശബ്ദം ഉണ്ടാവും. ഓ ഗൈസ്, കിളവി വന്നിട്ടുണ്ട്. സീല്ല. ഓ ലെസ്കോ, പിന്നല്ല. ഓക്കെ ഓക്കെ ഗൈസ്, പിന്നില്ലേ ഇവിടെ ഏതാണെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ചുമ്മാ വീഡിയോ ഒക്കെ ബെസ്റ്റ് ഗൈസ്, എനിക്ക് അറിയാമായിരുന്നു. ഞാൻ വിചാരിച്ചില്ല ഇപ്പം. ഓക്കെ ഗൈസ്, അതാ കളി പോകുന്നു. ഇനി നമുക്ക് കാര്യം ചെയ്യാം, നമുക്ക് നേരെ ബാക്ക് സൈഡിൽ പോവാം ഗൈസ്. ബാക്ക് സൈഡിൽ പോകുമ്പോൾ നമ്മളെ കിളവി കാണുമെന്നുള്ള ഉറപ്പാണ്. നമുക്കൊരു ട്രിക്ക് ഉണ്ട് ഗൈസ് അവിടെ, അത് നമ്മളെ കിളവി കണ്ടിട്ടുണ്ട്, സീനില്ല. സോ നമ്മൾ നേരെ വീടിൻ്റെ പുറകെ പോയി വിളിച്ചിരുന്നാൽ മതി ഗൈസ്. കിളവി അവളെ പിടിക്കത്തില്ല. എങ്ങനെയുണ്ട് അതിൻ്റെ ഐഡിയ ഗൈസ്? നമ്മൾ ഇവിടെ വിളിച്ചിരുന്നാൽ കിളവി എങ്ങോട്ടോ പോകും. എനിക്ക് തോന്നുന്നു നമ്മുടെ എന്താ പറയുക, അപ്പുറത്തെ സൈഡിലുള്ള എവിടെയോ പോകും ഗൈസ്. സോ കിളവി എവിടെയെങ്കിലും പോയി ചാവട്ടെ. പണ്ടാരക്കാലത്തിൽ പോയ അത്ര നല്ലതായിരുന്നു. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. കിളവിനെ കാണാനില്ല. കിളവി ഒന്ന് പോയായിരുന്നു എനിക്ക് നല്ലതായിരുന്നു. കിളവി പോയിട്ടുണ്ട്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ കൂടെ പോവാം. ഇനി നമുക്ക് നമ്മുടെ ഈ ബട്ടൺ കൊണ്ട് വെക്കണം. ഈ ബട്ടൺ കൊണ്ട് വെച്ചിട്ട് വേണം നമുക്ക് എസ്കേപ്പ് ആവാൻ. ഈ ബട്ടണോട് വെച്ച് കഴിഞ്ഞാൽ എസ്കേപ്പ് ആയെന്നർത്ഥം. ഓക്കെ, ഇവിടെ ചിലപ്പോൾ ശബ്ദമൊന്നും ഉണ്ടായിട്ടില്ല. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ ബട്ടൺ വെക്കുക. ബട്ടൺ വെക്കുന്നതിന് മുമ്പ് ഇവിടെ ശബ്ദം ഉണ്ടാക്കാം ഗൈസ്. എങ്ങനെ ഉണ്ട്? ഇവിടെ ബട്ടൺ വെക്കുക. ഇവിടെ മണിയുണ്ട് ഗൈസ്, പക്ഷെ എന്നാലും വേണ്ട. അതിന് മുമ്പ് ചിലപ്പോൾ കളവി വരും നമ്മൾ ബട്ടൺ വെക്കുമ്പോഴത്തേക്ക്. വേണ്ട. ഓ ഗൈസ്, കളവി പറന്നുപോയി. ഇനി നമുക്ക് നേരെ പോയി എസ്കേപ്പ് ആയി മാത്രം മതി ഗൈസ്. സിമ്പിൾ പരിപാടി, ഇതൊന്നും നമുക്കൊരു വിഷയമല്ല ഗൈസ്. ഓക്കെ, ഇനി നമ്മളെ ട്രാപ്പ് സത്യത്തിൽ ഗൈസ് ലാസ്റ്റ് കൊണ്ട് നമ്മളെ ഇതാക്കാൻ വേണ്ടിയിട്ട് കളവി ട്രാപ്പ് ഇട്ട് വെച്ചേക്കുന്ന ഗൈസ്. പക്ഷെ അങ്ങനെ ചെയ്യാത്തില്ല നമ്മൾ. ഓക്കെ, അതൊക്കെ ക്രിക്കി ഫ്ലോർ ആയിട്ടുണ്ട്. ഇപ്പോൾ കളവി വരും. കളവി പോയി. ട്രാപ്പ്. ഓക്കെ, ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഇനി നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ അവിടെ ട്രാപ്പ് ഉണ്ടോ എന്ന് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ശബ്ദം ഉണ്ടാക്കിയിട്ട് പോവാം ഗൈസ്, അതാണ് നല്ലത്. ഓക്കെ, അതാ കളവി പോയി. ഇവിടെ ട്രാപ്പ് ഉണ്ട്. ഗൈസ്, ഇവിടെ ട്രാപ്പില്ല. ഇനി നമുക്ക് നേരെ പോയി എസ്കേപ്പ് പോവാം ഗൈസ്. ഇനി ഒന്നും നോക്കണ്ട, ലെറ്റ്സ് ഗോ. പിന്നെ ഇതൊന്നും നമുക്കൊരു വിഷയമല്ലല്ലോ. ഇനി നമുക്ക് ബട്ടൺ പോയി ഓൺ ആക്കണം. അപ്പോൾ അന്നേരം നമ്മുടെ ചാർജ് ആവും ഗൈസ്, എന്താ റോബോട്ട്. ഓക്കെ, എന്നിട്ട് വേണം നമുക്ക് എസ്കേപ്പ് ആവാൻ. ഓക്കെ, റോബോട്ട് നമുക്ക് ഈ ബട്ടൺ ഞെക്കണം. ഓക്കെ, നമുക്ക് ഈ ബട്ടൺ ഞെക്കാം. ഓക്കെ, ബട്ടൺ ഞെക്കിയിട്ടുണ്ട്. അതാ നമ്മുടെ സംഭവം ചാർജ് ആവുന്നുണ്ട് ഗൈസ്. ലെറ്റ്സ് ഗോ. നമുക്ക് ഈ കൈയിൻ്റെ ഇവിടെ വിളിച്ചിരിക്കും. കളവി എങ്ങാനും വന്നാലും ഇതിൻ്റെ ശബ്ദം കേട്ട് എനിക്ക് അറിയത്തില്ല ഗൈസ്. ഞാൻ റോബോട്ടൊക്കെ ഇപ്പോൾ ഹോളോ മോഡ് ഇതുവരെ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല, അതുകൊണ്ടാണ്. ഓക്കെ, അതാ ചാർജായി. ലെറ്റ്സ് ഗോ ഗൈസ്, നമ്മൾ എസ്കേപ്പ് ആയി. അങ്ങനെ നമ്മൾ ഹോളോ മോഡിൽ അങ്ങനെ ഹോളോ മോഡിൽ അങ്ങനെ അതായത് അമ്മച്ചി എല്ലായിടത്തും ക്രിക്ക് ഫ്ലോർ വെച്ചിട്ട് പോലെ അമ്മച്ചിക്ക് അവിടെ പിടിക്കാൻ പറ്റിയില്ല ഗൈസ്. അയ്യേ, എന്നിട്ട് എന്തോ ഒരു വടി ആ കളവനെ വാലന്റൈൻസ് ഡേക്ക് എന്തോ കൊടുത്തൊരു വടിയും കൊണ്ട് വന്നിട്ടുണ്ട്. എന്ത് വടിയാണെന്ന് എനിക്ക് അറിയത്തില്ല. എന്തോ കുന്താണ് ഗൈസ് നമ്മളെ ചന്തിരിച്ച് പൊട്ടിക്കാൻ ഗൈസ്. എന്നിട്ട് കളവ് നമ്മളെ കണ്ടുപോലും ഇല്ല ഗൈസ്. കളവില്ല, എങ്ങാണ്ട് ബാക്കിയായിട്ട് പോയപ്പോൾ കണ്ടുള്ളൂ. എന്നിട്ട് എന്നെ പിടിക്കാൻ പറ്റിയില്ല ഗൈസ്. സോ ഗൈസ്, അങ്ങനെ നമ്മൾ ഫൈനലി എസ്കേപ്പ് ആയി ഗൈസ്. സോ ഗൈസ്, നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. സോ നമുക്ക് അടുത്തിടണം. ബൈ ഗൈസ്.